ഇനി പശ്ചിമേഷ്യയിലേക്കാണ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യാപക വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ. ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. ലെബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതോടെ 558 ഉയർന്നു. അമേരിക്കയും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ ബെയ്റൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ജെയിംസ്, പറയൂ വിശദാംശങ്ങൾ. ഈ ഇസ്രായേൽ ലെബനൻ യുദ്ധം വല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്രായേലിലെ ബോംബർ വിമാനങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനം ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലാണ് വലിയ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനമായിട്ട് 6 പേരാണ് ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഹെസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് വരുന്നത്. IDF ഇസ്രായേലിൻ്റെ സേന പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം മുഹമ്മദ് അൽ ഗുബാസി എന്നാണ്. അൽ ഗുബാസി ലെബനനിലെ ഹെസ്ബുള്ളയുടെ മിസൈലും റോക്കറ്റുകളുടെയും തലപ്പത്തിരിക്കുന്ന കമാൻഡറാണ്. അവരാണ് റോക്കറ്റുകൾ ഏതാണ്ട് കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ 9000-ലേറെ റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേലിലേക്ക് ഹെസ്ബുള്ള അയച്ചിട്ടുള്ളത്. ഹെസ്ബുള്ളയുടെ കാര്യം പറഞ്ഞ SKN ഒരു രാജ്യത്തിൻ്റെ സൈന്യമല്ലാതെ അല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമാണ് ഹെസ്ബുള്ളയുടെ. 1 ലക്ഷം ട്രെയിൻഡ് പ്രൊഫഷണൽസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സൈനികരുണ്ട് അവർക്ക്. അപ്പോൾ ഈ തരത്തിലുള്ള ഹെസ്ബുള്ള 9000 റോക്കറ്റുകൾ അയച്ചിട്ടുണ്ട്. നോർത്ത് ഇസ്രായേലിൽ നിന്ന് ഏതാണ്ട് 60,000 പേരെയാണ് ഈ അറ്റാക്ക് മൂലം ഒഴിപ്പിക്കേണ്ടത് വന്നത് ഇസ്രായേൽ. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. 100 കണക്കിന് യുദ്ധവിമാനങ്ങളാണ് മണിക്കൂറുകൾ വീതം വന്ന് ഏതാണ്ട് 2000 കേന്ദ്രങ്ങളിലാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ബോംബിംഗ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ഔദ്യോഗിക കണക്ക് രാവിലെ നമ്മൾ 492 എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 558 ഔദ്യോഗിക കണക്കാണ്. പക്ഷേ മരണസംഖ്യ 600-ലേറെ പോയിരിക്കുന്നു. പരിക്കേറ്റവരുടെ എണ്ണം 2000-ലേറെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഹെസ്ബുള്ളയുടെ ഒരു കമാൻഡർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ SKN ഒരുപാട് ആക്ടിവിറ്റീസ് UN ജനറൽ അസംബ്ലിയിൽ നടക്കുന്നുണ്ട്. അവിടെ ജനറൽ അസംബ്ലിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിച്ച് അദ്ദേഹം പറയുന്നത് ഈ ഒരു ഓൾ ഔട്ട് തുറന്ന യുദ്ധം ആരുടെയും താല്പര്യമല്ല, പക്ഷേ ഞാൻ ഭയപ്പെടുന്നു ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഒപ്പം തന്നെ ഒരുപാട് സംഭവവാസങ്ങൾ അറബ് രാജ്യങ്ങൾ യോഗം ചേരുന്നു. അതുപോലെ തന്നെ ജർമ്മനിയും അമേരിക്കയും വിമാന സർവീസുകൾ ലെബനിലേക്കും ഇസ്രായേലിലേക്കൊക്കെ നിർത്തിവെക്കുന്നു. ഈ വലിയൊരു സംഘർഷത്തിൻ്റെ നിഴലിൽ ഇറാൻ ഭീഷണി മുഴക്കുന്നു. ഇറാൻ്റെ കൂടെ ചൈനയും റഷ്യയുമുണ്ട്. പുടിൻ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണിയും ഇറാന് പിന്തുണയും പ്രഖ്യാപിക്കും. ഇറാനും അതുപോലെ തന്നെ ഹെസ്ബുള്ളയ്ക്കൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലാണ്. അങ്ങനെ ലോക ശാക്തിക ചേരികൾ തന്നെ പല തരത്തിലേക്ക് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് നിലനിൽക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ലെബനിൽ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് 2 യുദ്ധമുഖമാണ് SKN. ഒരു ഭാഗത്ത് ഗസയിൽ ഏതാണ്ട് 41,500-ലേറെ പേർ കൊല്ലപ്പെട്ടു ഒരു വർഷത്തിനുള്ളിൽ. അവിടെ ഇപ്പോഴും ഗസയിൽ ഇസ്രായേൽ വിമാനങ്ങൾ ബോംബിംഗ് നടത്തുന്നുണ്ട്. രണ്ടാമത്തെ മുഖമാണ് ലെബനനിൽ. പക്ഷേ അതോടൊപ്പം തന്നെ ഹെസ്ബുള്ള ഇസ്രായേലിലേക്ക് ഇപ്പോഴും റോക്കറ്റുകൾ അയക്കുന്നുണ്ട്. ഒരുപാട് റോക്കറ്റുകൾ ഇൻ്റർസെപ്റ്റർ അയൺ ഡോം വെച്ച് തടയുന്നതിൻ്റെ വിഷ്വൽസ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഈ മണിക്കൂറുകളിലൊക്കെ നിറയുന്നുണ്ട്. ഇസ്രായേലും പേടിച്ച് തന്നെ നിൽക്കുകയാണ്. കാരണം ഹെസ്ബുള്ളയും ഒരുപോലെ ഫൈറ്റ് ചെയ്യാൻ കെൽപ്പുള്ളവരാണ്, പലതവണ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനും ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ തന്ത്രങ്ങളുടെ കാര്യത്തിൽ ഇസ്രായേൽ ഹെസ്ബുള്ളയുടെ 10 മടങ്ങ് ശക്തിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. SKN സുലൈമാൻ അബ്ദുൽ ഖാദർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ പറയുന്നത് യുദ്ധം ഈ പോക്ക് പോയാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പി ജെയിംസിന് വളരെ തിരക്കുള്ള നാളുകളായിരിക്കും. SKN എനിക്ക് വല്ലാതെ തിരക്ക് വരല്ലേ എന്നാണ് പ്രാർത്ഥന. കാരണം ഇവിടെ മരിച്ചു വീഴുന്നത് മനുഷ്യരാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അത്ര സുഖമൊന്നുമില്ല. പിന്നെ നമുക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റില്ല. SKN യുദ്ധഭൂമിയിൽ നിന്നാലും എവിടെ നിന്നാലും നമുക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. അതൊരു മാധ്യമപ്രവർത്തകന് വരുന്ന ദുരന്തമാണ്. അതുകൊണ്ട് ആൾക്കാർ മരിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. യുദ്ധം ഇല്ലാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. SKN ഓക്കെ, താങ്ക് യു പി ജെയിംസ്.